എന്നാലും എൻ്റെ അടുത്തൊരു വാക്ക് പറയായിരുന്നില്ലേ നിനക്ക്? ഇതിപ്പോ നാട്ടുകാര് പറഞ്ഞിട്ടാ ഞാൻ അറിയണത്. അതിന് പറയാൻ പറ്റിയ മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല താത്ത. ഇനിയിപ്പോ അവളെ അങ്ങോട്ട് പറഞ്ഞയക്കണൊന്നുമില്ലേ? ഇവിടെ തന്നെ ഇരുത്താൻ ഉദ്ദേശം? അവള് ഇനി അങ്ങോട്ട് പോയില്ല എന്ന് തന്നെ പറയണം. നിനക്കെന്താടി തീരെ ബോധമില്ലേ? അവളെന്തെങ്കിലും വിവരക്കേട് പറയണു പറഞ്ഞിട്ട് അതിനൊക്കെ തുള്ളാൻ നിൽക്കുക നീ? അവളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്ക്. ഞാൻ എന്താ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ട്? അതും കൂടെ ഒന്ന് പറഞ്ഞേരി. ആണുങ്ങളാകുമ്പോ ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ടാവുമേ. ആ ദേഷ്യത്തിന്റെ പുറത്ത് ചിലപ്പോൾ തല്ലിയിട്ടും ഉണ്ടാവും. അപ്പോഴേക്ക് സ്നേഹമില്ലാത്തവനാവുക. കുറച്ചൊക്കെ ഇവളും അഡ്ജസ്റ്റ് ചെയ്യണേ. അല്ലാണ്ട് മുണ്ടുമണിക്ക് തെറ്റിയും കൊണ്ട് ഇറങ്ങി വരികയല്ലേ ചെയ്യുക. നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ നിന്റെ മകൾക്ക് ഇത്തിരി കിട്ടിയാൽ മതി മോങ്ങിയും കൊണ്ടിരിക്കാൻ. ഇതെന്താ നിസ്സാര കാര്യമാണ്? നീ എന്തെങ്കിലും പറഞ്ഞിട്ട് അവളെ പറഞ്ഞയക്കാൻ നോക്ക്. എത്ര ആർഭാടായിട്ട് നടത്തിയ കല്യാണമാണ്. ഓർമ്മയില്ല നിനക്ക്? നീ നാട്ടുകാരുടെ മുഖത്തൊക്കെ എങ്ങനെ നോക്കുക? നിനക്ക് പറയാൻ വയ്യെങ്കിലേ ഞാൻ പറയാ. നീ അങ്ങോട്ട് നടക്ക്. ആരും ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. മനസ്സ് മുട്ടിയിട്ട് എൻ്റെ കുട്ടി അവിടെ നിന്ന് ഇറങ്ങി വന്നത്. ദിവസവും കുടിച്ചിട്ട് വന്നിട്ട് തല്ലിയത്ര അവനെ. അങ്ങനെ അവനക്ക് തല്ലിക്കൊല്ലാനല്ല ഞാൻ അവൾക്ക് കെട്ടിച്ചു കൊടുത്തത്. നിൽക്കാനും കൂടി ഉസില്ലാണ്ട് അവൾ അവിടെ നിന്ന് വന്നത്. അവൻ തല്ലിച്ചയച്ചിട്ടേ ഇത്രയൊക്കെയും ചെയ്തിട്ട് ഇനി ഞാൻ അവളെ അവൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കണ. അപ്പൊ നീ ഇനി എന്താ കണ്ടിരിക്കുന്നത്? ബന്ധം തീർക്കാൻ തന്നെ ഉദ്ദേശിക്കണ്? അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യണ്ട്? ഇനി അവളെ അവൻ്റെ കൂടെ വിടണോ? എന്നിട്ട് വേണം അവളെ കൊല്ലുന്നത് കൂടി ഞാൻ കാണാന്. എന്നിട്ട് നീ അവളിനെ ഇവിടെ കാലാകാലം നിർത്തുവോ? നിനക്കേ ഈ മകള് മാത്രമല്ല ഉള്ളത്, ഒരു മകനും മരുമകളും ഉള്ളതാണ്. അത് നീ മറക്കണ്ട. അവൾ എത്ര കാലം ഇവിടെ നീ പിടിച്ചു നിർത്തും? അത് അവന്റെ ചെലവില്. അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ. പഠിച്ച എന്തെങ്കിലും വഴി കാണിച്ചു തരാണ്ടിരിക്കില്ല. ഓ, അതിന് പിന്നെയും മുമ്പുറത്തന്നെ നന്നങ്ങാടിയോ? ഇതിന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? താത്ത, നിങ്ങളുടെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മുമ്പുറത്ത് വന്നിരിക്കണ്ടാന്ന്? അല്ലെങ്കിൽ നാട്ടുകാരെയും കൊണ്ട് സൂര്യക്കടായിട്ടിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ 24 മണിക്കൂർ മുമ്പ് തന്നെ വന്നിരിക്കുന്നത് കണ്ടാലേ വഴി കൂടെ പോണവരൊക്കെ ചോദിക്കില്ലേ? അയൽപ്പക്കക്കാർക്കൊക്കെ പിന്നെ മനസ്സിലായിരിക്കണോ? ഇനി പോണവരും വരുന്നവരും കൂടി നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയിച്ചോളി. ഞാൻ അതിന് ഉള്ളിലിരുന്ന് ചൂടെടുത്തപ്പോൾ ഇവിടെ വന്നിരുന്നതാ ബസ്സില. അപ്പൊ അതിനല്ലേ ഉള്ളിൽ ഫാൻ ഉള്ളത്? അത് ഇട്ടിട്ടിരുന്നൂടെ? കറണ്ട് പോയിക്കാണേ. എന്നാൽ നിങ്ങൾക്ക് അടുക്കള ഭാഗത്ത് എവിടെയെങ്കിലും പോയിരിക്കായിരുന്നല്ലേ? ഈ സിറ്റൗട്ടിൽ വന്നിരുന്നാൽ തന്നെ പറ്റുള്ളൂ. പുകയും പോയിട്ട് അവിടെ എവിടെയെങ്കിലും പോയിരിക്കും. ഇതിനെ മേക്കാൻ തന്നെ ഒരാൾ വേണ്ടി വരുന്ന തോന്നുന്നു. എന്താടി? എന്താ നീ ഇങ്ങനെ അന്തം വിട്ടിരിക്കണ്? ഒന്നുമില്ല. എന്താ നീ കരയ? എന്തേ, അവളെന്തെങ്കിലും പറഞ്ഞ നിന്നെ? ഏ ഞാൻ എന്തോ കണ്ടൊരു പൊടി പോയപ്പോ തുടച്ചതാ. ഒക്കെ മനസ്സിലാവുണ്ട് എനിക്ക്. ഉമ്മ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയട്ടെ. എന്താടി? ഞാനൊരു വാടക വീട് എടുത്തിട്ടേ അങ്ങോട്ട് മാറിയാലോ. എന്തിനാ അത്? അപ്പൊ ഈ വീട് എന്തേ? ഞാൻ എത്ര കാലം ഇരിക്കും ഉമ്മ അവിടെ? എന്നായാലും മാറണ്ടേ? അത് അപ്പോഴല്ലേ, അപ്പൊ നോക്കാം. ഇത് എനിക്കും കൂടി അവകാശപ്പെട്ട വീടാണ്. അല്ലാണ്ട് ഇത് മുഴുവൻ അവനക്ക് അങ്ങോട്ട് എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. അത് പറഞ്ഞിട്ട് എന്താണോ കാര്യം? അവന്റെ ചെലവിലല്ലേ ഇപ്പൊ കഴിഞ്ഞു പോണത്. നിങ്ങൾക്ക് രണ്ടാൾക്ക് 24 മണിക്കൂർ സംസാരിച്ചിരുന്നാലും മതിയാവില്ലേ? എന്താ അത്ര വല്ലാണ് പറയാനുള്ളത്? അവിടെ അടുക്കളയിൽ ഒരു പണിയായിട്ടില്ല. ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു പറഞ്ഞാലേ ഉച്ചയ്ക്കൊന്നും തിന്നൊന്നും വേണ്ടേ? തിന്നാനുള്ളതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കാം. നീ ഇനി അതിന്റെ പേരും പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഓ, ഉണ്ടാക്കിയാ മതി. ഇതൊക്കെ അവൾ എന്നെ കോള് വെച്ചിട്ട് പറയണേ. എത്ര കാലം കേൾക്കേണ്ടി വരുവാണാവോ അതൊക്കെ. അവിടെ മാപ്പന്റെ ഉപദ്രവമാണെങ്കിൽ ഇവിടെ നാത്തോന്റെ ഉപദ്രവം. ഭാവി ചെല്ലുന്നിടം പാതാളം. അല്ലമ്മ, അവളെന്തോ പറഞ്ഞിട്ട് പോട്ടടി. നീ അതൊന്നും കാര്യാക്കാൻ നിൽക്കണ്ടേ. ആ, വൈകുന്നേരത്തെ നമുക്ക് ടൗൺ വരെ ഒന്ന് പോയാലോ? എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടേ. ഞാനില്ലമ്മ, നിങ്ങൾ പോയിട്ട് വന്നാൽ മതി. നീ ഇങ്ങനെ 24 മണിക്കൂറും വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നിട്ടാണ് ചടപ്പ് തോന്നണതേ. ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് നല്ലതാണേ. മനസ്സിന് സമാധാനം കിട്ടും. അതൊന്നും വേണ്ടമ്മ. കാണുന്നവരൊക്കെ വിശേഷം ചോദിക്കാൻ നിൽക്കും. പിന്നെ അതിന് മറുപടി പറയാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. ആരും ഒന്നും ചോദിക്കില്ല. എല്ലാവർക്കും അറിയാം കാര്യങ്ങളൊക്കെ. പിന്നെന്താണ്? ഞാനൊന്നും ഇല്ലാന്നോ. നിങ്ങൾ പോയിട്ട് വന്നാൽ മതി. ഇതെന്താ താത്ത അരക്കണേ? ഇത് ദോശയ്ക്കുള്ള ചമ്മന്തി. എന്റെ പൊന്നു താത്ത, അതിന് ചട്നി ഇല്ലേ? നീ ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ ദോശ ഇറങ്ങുള്ളൂ. നീ എന്ത് വർത്താനാ ഫസീല പറയണ്? അവളൊരു ചമ്മന്തി അരച്ചത് ഇത്ര വലിയ പ്രശ്നമായോ? അപ്പൊ അത് അമ്മിയിൽ അരച്ചൂടെ? മിക്സി തന്നെ അരക്കണം എന്താ അത്ര വാശി? അതിനിവിടെ കുറെ കാലമായിട്ട് അമ്മിക്കല്ല് ഉപയോഗിക്കലുണ്ടോ? മിക്സി തന്നെ അല്ലേ എല്ലാം അരക്കല്? ഇതുവരെ ഉപയോഗിച്ചില്ല പറഞ്ഞ് ഉപയോഗിക്കണം. മിക്സി തന്നെ അരച്ചാൽ അറിയുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. ഒരാളുടെ ചെലവിലെ കഴിയുന്നുള്ള ബോധം എല്ലാവർക്കും വേണം. നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലാണ് വേറെ ഒന്നും ഇല്ല ഇടാന്.
എപ്പോൾ നോക്കിയാലും ഈ ഒരു മാക്സിനെ ഇടുന്ന കണ്ടിട്ടുള്ളൂ. അവിടെ നിന്ന് വരുമ്പോൾ ഇടാനുള്ള തുണികളും കൂടി എടുക്കണ്ട വന്ന്. ഞാൻ ഒഴിവാക്കി ഒന്ന് രണ്ട് മാക്സി ഉണ്ട് അവിടെ, തരാം ഞാൻ നിങ്ങൾക്ക്. എന്നാലെങ്കിലും ഒന്ന് മാറ്റിമറിച്ച് ഇടി നിങ്ങൾ. എപ്പോൾ നോക്കിയാലും ഒന്നെന്നെ ഇട്ടും കൊണ്ട്. അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കുക, നീ ബുദ്ധിമുട്ടണമെന്നില്ല. കീറിയതും പാറിയതൊക്കെ തന്നെയല്ലേ കൊടുക്കാൻ നിൽക്കണത്. ഓ അപ്പളേക്ക് മകളിനെ പറഞ്ഞപ്പോഴേക്ക് ഉമ്മാക്ക് പൊള്ളിയോ? ആ പൊള്ളും, അതിന് ഞാൻ പറ്റതാണേ. അപ്പം അതിനെ പറഞ്ഞാൽ എനിക്ക് വിഷമം വരും. അവൾ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ തുടങ്ങിയതല്ലേ നിൻ്റെ ഈ മോനെ വെച്ചിട്ടുള്ള വർത്താനം? അവൾ എന്ത് സാഹചര്യത്തിൽ ഇങ്ങോട്ട് വന്നതെന്ന് നിനക്കറിയോ? അപ്പം ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ നീ? എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ പറയാൻ പറ്റുള്ളൂ. പറ്റുന്നവർ കേട്ടാൽ മതി. അതിൻ്റെ അർത്ഥം പറ്റാത്തവർ ഇടയ്ക്കാച്ച് ഇറങ്ങിപ്പോയിക്കോന്നാ. ഉമ്മ ഒന്നും മിണ്ടാണ്ടിരിക്കും നിങ്ങളെ. അവൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതൊന്നും അല്ല. നിങ്ങൾ അപ്പോഴേക്ക് എന്നെ സോപ്പിടാൻ വരുമൊന്നും വേണ്ട. ഞാൻ എല്ലാം ഉദ്ദേശിച്ചിട്ട് തന്നെ പറഞ്ഞത്. നിങ്ങളടുത്ത് ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന്. നീ ഇങ്ങടല്ലാണ്ട് പിന്നെ വേറെ ഇങ്ങടെ പോകണ്ട്. ഇത് നിനക്കും കൂടി അവകാശപ്പെട്ട വീടാണ്, അല്ലാണ്ട് ഇത് ആർക്കും തീരെ എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ഓ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുമല്ലേ? ഇതൊക്കെ നീ എന്നെയും കൊണ്ട് പറയിപ്പിച്ചതാണ്. നിനക്കാണ് ഇതുപോലെ ഒരു അവസ്ഥ വന്നിട്ട് നിന്റെ വീട്ടിൽ ഇങ്ങനെ കാണിച്ചെങ്കിലേ നിനക്ക് സഹിക്കുമോ? ഞാൻ അതിന് മറ്റുള്ളവരെ പോലെ ഇങ്ങനെ ഒരു അവസരം ഒന്നും ഉണ്ടാക്കി കൊടുക്കില്ല. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവളാണ് എല്ലാത്തിനും കാരണക്കാരിയെന്നല്ലേ? പിന്നെ അല്ലാണ്ട് ആരാണ്? വെറുതെ ഒരാൾ വന്നതല്ലേ, ഒരു കാരണവും ഇല്ലാണ്ട്. ഇവർ പറ്റാത്ത എന്തെങ്കിലും പറയുണ്ടാവേ. ഇഷ്ടമല്ലാത്ത കാര്യം പറഞ്ഞു പറഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരും. ഇവർക്ക് പിന്നെ മേലും കീഴും നോക്കാനൊന്നും ഇല്ലല്ലോ. തെറ്റിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, ബാക്കിയുള്ളവർക്ക് സമാധാനക്കേട് മുഴുവൻ. നാണക്കേട് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടായിട്ടുണ്ട്. മതി നിർത്ത്. എന്താ ഇതിൽ ഇത്ര നാണം കെടാനുള്ളത്? ബന്ധം പിരിയണതേ നാടത്തെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. എൻ്റെ കുടുംബത്തിൽ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ടാ ഞാൻ ഈ കാണുന്നതും കേൾക്കുന്നതൊക്കെ. അതുകൊണ്ട് പറഞ്ഞതാ, എനിക്കിത്തിരി ചെളുപ്പൊക്കെ ഉണ്ടേ. ഉമ്മ, എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട്. എന്താടേ? ഞാനേ ഒരു വാടക വീട് എടുത്തിട്ട് മാറുകയെന്നു. ഇനി എനിക്കിവിടെ പറ്റില്ല. എൻ്റെ അടുത്ത് എന്തായാലും കുറച്ച് സ്വർണ്ണം ഉണ്ടല്ലോ, അതിന് കുറച്ച് പണയം വെച്ച് പറഞ്ഞ വീടിന് അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസ കിട്ടില്ലേ. പിന്നെയുള്ള പൈസയും കൊണ്ട് എന്തെങ്കിലും കോഴ്സ് എടുത്തിട്ട് പഠിക്കാമെന്നും പറഞ്ഞിട്ടാണ്. എന്ത് കോഴ്സ്? ടൈലറിങ് പഠിക്കാൻ പറഞ്ഞിട്ടാണ്. അതാവുമ്പോൾ വീട്ടിലൊരു മെഷീൻ വാങ്ങിയിട്ടാൽ മതിയല്ലോ, എനിക്കൊരു വരുമാനമാവും. അല്ലാണ്ട് ഞാൻ നോക്കിയിട്ട് വേറൊരു വഴിയില്ലമ്മ. അതൊക്കെ ഇപ്പം നടക്കൂടി. നീ എടുത്തു ചാടി ഒരു തീരുമാനങ്ങൾ എടുക്കാൻ വരട്ടെ. ഞാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. ആ, എന്താ നിന്റെ വർത്താനൊക്കെ? എന്ത് വർത്താനം താത്ത, കുഴപ്പമില്ലാണ്ട് പോണു. എന്താ അവിടുത്തെ വർത്താനം? ഇവിടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല നീ? ആ, അറിഞ്ഞു ഞാനേ. എന്താ ചെയ്യണെന്ന്, അവൾക്ക് അതായിരിക്കും യോഗം. ആ, ഞാനിപ്പോ വിളിച്ചതേ അവൾക്ക് പറ്റിയ വല്ല ചെക്കന്മാരും മറ്റുണ്ടോ നിന്റെ കയ്യില്? ചെക്കന്മാര് ഇപ്പോ രണ്ടാം കെട്ടിനെ വേണ്ടേ, നോക്കേണ്ടി വരും. നോക്കിയിട്ട് പറയീട്ടാ. ഇനിയിപ്പോൾ കുട്ടികളുണ്ടെങ്കിലും കുഴപ്പമില്ല, ചെക്കൻ നന്നായാൽ മതി. ഇനി ഒരു കുഴിയിൽ പോയി ചാടാൻ വയ്യാത്തോണ്ട് പറയാണ്. ഞാൻ നോക്കട്ടെ താത്ത, അവൾ സമ്മതിക്കപ്പോ ഇതിന്? ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഈ അവസ്ഥയിലിരിക്കുമ്പോൾ എങ്ങനെ പറയണെന്ന് പറഞ്ഞിട്ടേ. പക്ഷെ എപ്പോഴായാലും അവൾക്കൊരു കുടുംബം വേണ്ടേ? എത്ര കാലം പറഞ്ഞിട്ട് ആങ്ങളുടെ ചെലവിൽ ഇങ്ങനെ കഴിയണ്. അവൾക്ക് എന്തോ അത് ഇഷ്ടമല്ലാത്ത പോലെയാണ്. ഒരു വാടക വീടെടുത്തിട്ട് മാറണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്താണ് വരുമ്പോൾ എന്തെങ്കിലും പറയണ്ടാ? അതിപ്പോ എന്തായാലും പറയില്ലടി. അതുകൊണ്ടൊക്കെ തന്നെ അവൾ മാറണമെന്നും പറയുന്നത്. പക്ഷെ നാട്ടുകാരെന്താ പറയുക? കുടുംബത്തിലിരിക്കാത്തതുകൊണ്ട് എന്നല്ലേ പറയുള്ളൂ. ഇവിടെ നടക്കണമെന്നൊന്നും നാട്ടുകാർക്ക് അറിയില്ലല്ലോ. നിങ്ങൾ വിഷമിക്കേണ്ടതാത്ത, നല്ലൊരു ബന്ധം ഞാൻ കൊടുന്നേരാം. അവൾക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറയും. ആ, ഫസീല, മഴ വരും പോലെ ഉണ്ട്. ആ തുണികളൊക്കെ ഒന്ന് എടുത്തു വെക്കായിരുന്നില്ലേ? താത്തല്ലേ ഇവിടെ, പോയി എടുത്തു വെക്കാൻ പറയും. വെറുതെ ഇരുന്ന് തിന്നാനല്ലേ ഇവിടെ, അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടാകട്ടെ. ഓ, മകളിനെ സഹായിക്കായിരിക്കും അല്ലേ പണികളൊക്കെ എടുത്തു കൊടുത്തിട്ട്? അവളവിടെ വെയ്യാവട്ട് കിടക്കുകയാണ്. അതാ പിന്നെ ഞാൻ തന്നെ പോയി എടുത്തിട്ട് വന്നു. എങ്ങനെ വെയ്യായിക വരാണ്ടിരിക്കുക? വെറുതെ ഇരുന്ന് തിന്നല്ലേ ഇവിടെ, അപ്പം വെയ്യായിക്കും തളർച്ചയൊക്കെ വരും. നീ ഇനി ഇതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കൊന്നും വേണ്ട. എന്തായാലും ഞാൻ എടുത്തിട്ട് വന്നില്ലേ, അപ്പം നിങ്ങൾക്ക് ഇത് ആദ്യം ചെയ്തുകൂടെ? എന്തിനാ എൻ്റെ അടുത്ത് വന്ന് കൽപ്പിക്കാൻ നിന്ന്? ഞാൻ അറിയാണ്ട് പറഞ്ഞതാണ്, നീ ഒന്ന് ക്ഷമിച്ചാളാ. കുറെ ആയില്ലേ ഈ വഴിക്കൊക്കെ വന്നിട്ട്, ഇടയ്ക്ക് ഈ വഴിക്കൊക്കെ ഒന്ന് വന്നൂടെ? എപ്പോഴും വരണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഒഴിവ് കിട്ടണ്ടേ? വന്നില്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ വിശേഷവും ഞാൻ അവളെ വിളിക്കുമ്പോൾ ചോദിക്കലുണ്ട്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം അമ്മ. ബന്ധം ഒഴിവാക്കുക തന്നെയാണ് അല്ലേ? ഒരു കണക്കിന് അതന്നെ നല്ലതും.
എങ്ങനെ ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെയൊക്കെ ജീവിക്കുക? കൊടുത്ത സ്വർണ്ണമൊക്കെ ഉണ്ടാവില്ല കയ്യില്? എവിടെ ഉണ്ട്? അതിലുള്ള പകുതി മുക്കാലും അവൻ വിറ്റ് തോൽച്ചിക്കണം. ഒരു 5-6 പവനുണ്ടാവും കയ്യില്. ആ, ഇനിയിപ്പൊ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലാന്ന്. പോയത് പോട്ടെ. ആ, പോയത് പോട്ടെ. അല്ലാണ്ട് ഇപ്പൊ എന്താ കാട്ടണത്? എന്നാലും എന്താ പാച്ചക്കനക്ക് പറ്റിയത്? ആദ്യമൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലാലോ. ഒക്കെ ഉണ്ടായിരുന്നു അത്ര. ഇവള് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാണ്ടാണേ. അവർക്ക് ഈ കല്യാണത്തിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അത്രേ. ഉമ്മാന്റെ നിർബന്ധത്തിന് വന്നിട്ട് പെണ്ണ് കണ്ടതാത്രേ. നമ്മക്കിത് വലുതും അറിയുമായിരുന്നോ? ആ, ഇനിയിപ്പൊ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നീ ഞാൻ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണ്ടേ. സമാധാനമായിട്ട് ഇരിക്കി. പഠിച്ചോൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാണ്ടിരിക്കില്ല. അതന്നെ ഞാനും പറയണതേ. പെണ്ണ് അതിന് എങ്ങനെയാണ് ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടും. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സമാധാനക്കേടല്ലേ. അവളിനെ അങ്ങോട്ട് പോണില്ല അത്രയല്ലേ. എന്തൊരു ഭാഗം നിൽക്കുക പറഞ്ഞില്ല അമ്മായിമ്മ. എന്താ ചെയ്യണം? ഓരോരുത്തരുടെ തലയിലെഴുത്ത്. ഇത് തലയിലെഴുത്തൊന്നല്ല, വരുത്തി വെച്ചതാണേ. അല്ലെങ്കിൽ കെട്ടിയവൻ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഇറങ്ങി വരേണ്ട വല്ല ആവശ്യമുണ്ടോ? അവനെ ഇനി അവളെ തല്ലിയെ പിടിക്കുകയൊക്കെ ചെയ്യൂത്രേ. ആണുങ്ങളാകുമ്പോൾ ഒന്ന് തല്ലിന്നൊക്കെ വരും. അപ്പോഴേക്കും ബന്ധുവഴിയേ ചെയ്യുക. നല്ലോണം ദ്രോഹിക്കുണ്ടാവും കൂടി, അതായിരിക്കുവേ. ദ്രോഹിക്കുണ്ടെങ്കിൽ ഇതിന്റെ വായ ശരിയില്ലാത്തോണ്ടാണേ. ഒന്ന് പറഞ്ഞ 100 തിരിച്ചു പറയുണ്ടാവും. ഇതേതാ സാധനം പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇരിക്കണതൊന്നും കാണണ്ട. അവൾ അങ്ങനത്തെ പെണ്ണൊന്നല്ല. നീ അതൊന്നും പറയണ്ട. അതിനെ കണ്ടറിയില്ല അതൊരു അയ്യോ ഭാവാണെന്ന്. എന്നാലും നിനക്ക് എങ്ങനെയാടി അതിനെങ്ങനെയൊക്കെ പറയാൻ തോന്നണം? നിങ്ങളിപ്പോൾ അവളുടെ വക്കാലത്ത് പറയാൻ വന്നതാ? ഞാൻ ആരുടെ വക്കാലത്ത് പറഞ്ഞൊന്നല്ല. നിനക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിൽ നിനക്ക് സഹിക്കുവോ? പാവം. അതിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കണ്ട അതിൻ്റെ വിഷമം. ഞാൻ അതിന് മുണ്ടുമളിക്ക് പിന്നെ പോലെ പെട്ടിയും കിടക്കി എടുക്കാൻ നിൽക്കില്ല. അതിനെങ്ങനെയാണ്? ഇവിടെ പരമസുഖമല്ലേ, പിന്നെ എങ്ങനെ അവിടെ നിൽക്കുക? സുഖത്തിന്റെ കാര്യമൊന്നും പറയണ്ട നീ. നിന്റെ കൂടെ തന്നെയല്ലേ കഴിയുന്നത്. അപ്പൊ എത്ര തന്നെ സുഖം ഉണ്ടാവും എന്ന് എനിക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. നിങ്ങളൊന്നും മുണ്ടാണ്ടിരുന്നോളി, എന്നെ തലപ്പിലാന്ന് പിടിപ്പിക്കാണ്ട്. നിനക്കേ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായിട്ടില്ല, അതാണ് ഇങ്ങനെയൊക്കെ പറയണത്. മനുഷ്യന്മാരുടെ കാര്യമാണ്, എപ്പോഴാ എന്താ സംഭവിക്കുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. നിനക്കിതുപോലെ ഒരു അവസ്ഥ വരണം, അപ്പോഴാ മനസ്സിലാവുള്ളൂ. അടച്ചോനെ വരാണ്ടിരിക്കട്ടെ. ആ പെണ്ണേ ഇവിടെ സുഖവാസത്തിന് വന്നിരിക്കുകയല്ല, അതിന്റെ കുടുംബം തകർന്നിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നീ എന്താ വേണ്ട? അതിന്റെ കൂടെ താങ്ങായിട്ട് നിൽക്കല്ലേ വേണ്ട? ഏ, അതാരാ നിന്റെ മാപ്പിളുടെ പെങ്ങളല്ലേ അത്? നിന്റെ ഈ വൃത്തിയുടെ സ്വഭാവമൊക്കെ അവനക്ക് അറിയോ? ആവോ, പോയി ചോദിച്ചു നോക്കി. അറിഞ്ഞാലും അവൻ നിന്നെ തന്നെ കുറ്റം പറയുള്ളൂ. അതെ, അവന്റെ പെങ്ങളാണ്. പെങ്ങളിനെ പറഞ്ഞാലേ ആങ്ങളയ്ക്ക് പൊള്ളും. അതിന് നീ അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നീ അതിനെ പരമാവധി ദ്രോഹിക്കേണ്ടതെന്ന് നിന്റെ ഈ വർത്തമാനത്തിന് തന്നെ എനിക്ക് മനസ്സിലായിരിക്കണം. ഇനിയിപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇനിയെങ്കിലും അതിനൊന്ന് സ്നേഹിക്ക്. ഇപ്പൊ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് ഇത്തിരി സമാധാനെങ്കിലും കൊടുക്ക്. ഇനി കാലാകാലം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുള്ള പേടിയാണെന്നുണ്ടെങ്കിലേ ആ പേടിയും വേണ്ട. കൂടിപ്പോയ 3-4 കൊല്ലം അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും അതിനെ വന്ന് കെട്ടിട്ട് പോകും. ഇനി അതും അല്ലെങ്കിൽ കൂലിപ്പണി എടുത്തിട്ടെങ്കിലും അതിന്റെ കാര്യം നോക്കും. അതുകൊണ്ട് അതുള്ള കാലം അതിനെ സ്നേഹിച്ചിട്ടും സന്തോഷിപ്പിച്ചിട്ടും സമാധാനം കൊടുത്തിട്ടൊക്കെ ഇരിക്കേ. പുണ്യം കിട്ടും നിനക്ക്. നീ അതിന് കരയൊന്നും വേണ്ടടി. കരയാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല ഞാനേ. നീ കരഞ്ഞതിന്റെ 100 ഇരട്ടി അത് ഇരുന്ന് കരയണുണ്ടാവും. ഞാൻ അതിന്റെ ഇടയിൽ കൂടെ നീയും കൂടി പുണ്ണ് കുത്തണ്ട പറഞ്ഞിട്ട് പറഞ്ഞതാ.